ചിരിയുടെ ആദിമ പാഠങ്ങൾ എന്ന് വെച്ചാൽ മനുഷ്യനും കുരങ്ങുകളും തമ്മിലുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു ബന്ധം. മനുഷ്യൻ ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും കുരങ്ങുവർഗ്ഗങ്ങൾ ചിരിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദവും തമ്മിൽ നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്ന കൗതുകകരമായിട്ടുള്ള കണ്ടെത്തലുകളായിട്ടുമായിട്ടാണ് ശാസ്ത്രലോകം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആസ്വദിച്ച് ചിരിക്കുന്നതും കുരങ്ങുകൾ അവരുടെ കളികൾക്കിടയിൽ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളും ഒക്കെ തമ്മിൽ വല്ലാത്ത സാമ്യമുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു പൂർവികനിൽ നിന്നാണ് ചിരിയുടെ ഈ ഒരു താളബോധം മനുഷ്യരിലേക്കും കുരങ്ങുകളിലേക്കും ഒക്കെ തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടതെന്നാണ് ഗവേഷകരുടെ ഒരു നിഗമനം തന്നെ. ഈ പഠനത്തിനായിട്ട് ഗവേഷകർ തിരഞ്ഞെടുത്തത് വളരെ രസകരമായിട്ടുള്ളൊരു വഴിയായിരുന്നു. എന്ന് വെച്ചാൽ ഗൊറില്ലകൾ, അതേപോലെ തന്നെ റൂംബൂട്ടാനുകൾ, അതേപോലെ തന്നെ ചിമ്പൻസികൾ, ബോണോബോകൾ എന്നിവയുൾപ്പെടെയുള്ള 13 കുരങ്ങുകളെ ഗവേഷകർ തലോടിച്ചിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ആ അവസരത്തിൽ അവ പുറപ്പെടുവിച്ച ശബ്ദങ്ങളെ ചെറിയ കുട്ടികൾ കളികൾക്കിടയിൽ ചിരിക്കുന്ന ശബ്ദങ്ങളുമായിട്ട് താരതമ്യം ചെയ്തു. ഈ രണ്ട് ശബ്ദങ്ങളും തമ്മിൽ ലയത്തിലും താളത്തിലും വലിയ സമാനതകളുണ്ടെന്നുള്ളത് ശാസ്ത്രജ്ഞരെ കണ്ടെത്തുകയും ചെയ്തു. ചിരി എന്നത് വാക്കുകളില്ലാതെ സന്തോഷവും വിനോദവും പ്രകടിപ്പിക്കുവാനുള്ള ഒരു മാർഗമാണ്. എന്ന് വെച്ചാൽ റാറ്റുകൾ പോലെയുള്ള മറ്റു ചില ജീവികളും ചിരിക്കാറുണ്ട്. എന്നാൽ അവയുടെ ശബ്ദം മനുഷ്യരുടേതായിട്ട് ഇത്രയധികം താളത്തിൽ യോജിക്കുന്നതല്ല. മനുഷ്യൻ്റെ ചിരി വളരെ സങ്കീർണമാണ്. സാഹചര്യത്തിനനുസരിച്ച് അത് വലിയ ശബ്ദത്തിലോ ചെറിയ പുഞ്ചിരിയായോ ഒക്കെ മാറാം. എന്നാൽ ഈ സങ്കീർണമായിട്ടുള്ള ചിരിക്ക് പിന്നിൽ പോലും വല്ലാത്തൊരു ആദിമ താളമുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഈ ഒരു പഠനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള കിയാറെഡി ഗ്ലിഗോറിയ എന്ന പേരുള്ളയാൾ, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ 15 ദശലക്ഷം വർഷങ്ങളായിട്ട് മനുഷ്യരും കുരങ്ങുകളും ചിരിയുടെ കാര്യത്തിൽ ഒരേ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള ആദിമ കുരങ്ങുകളും ചിരിച്ചിരുന്നത് എന്ന വസ്തുത പരിണാമത്തിൻ്റെ മറ്റൊരു അത്ഭുതകരമാണ്. മനുഷ്യൻ ചിരിയുടെ കാര്യത്തിൽ ഏറെ മുന്നിലാണെങ്കിലും അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ പങ്കുവയ്ക്കുന്ന കുരങ്ങുവർഗത്തിൽ നിന്നുള്ളതാണ്. അതൊരിക്കലും നമുക്ക് നിഷേധിക്കാനാവില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ചിരിയുടെ ശബ്ദങ്ങൾ ഒരിക്കലും ഫോസിലുകളായിട്ട് ശേഷിക്കുന്നില്ല എന്നതാണ് ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി. പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ കുരങ്ങുകളുടെയും മനുഷ്യരുടെയും ശബ്ദക്രമങ്ങൾ വിശകലനം ചെയ്ത് ആദിമ മനുഷ്യൻ്റെ ആശയവിനിമയ ശൈലിയിലേക്കുള്ള വിള്ളലുകൾ കണ്ടെത്താനാണ് ശാസ്ത്രജ്ഞരുടെ ഒരു ശ്രമം തന്നെ. മൃഗങ്ങളുടെ സാമൂഹിക ജീവിതവും അവയുടെ ചിരിയും തമ്മിലുള്ള ഒരു ബന്ധം കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്താണെന്നും നമ്മൾ ഏതെല്ലാം കാര്യങ്ങളിൽ മറ്റു ജീവികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കാൻ ഇത്തരം ഗവേഷണങ്ങൾ സഹായിക്കുമെന്നുള്ളതാണ്. കുതിരകൾ, നായ്ക്കൾ, പൂച്ചകൾ തുടങ്ങിയിട്ടുള്ള മറ്റു മൃഗങ്ങളുടെ ശബ്ദങ്ങളും ഇത്തരത്തിൽ വിശകലനം ചെയ്യുന്നത് ഭാവിയിൽ കൂടുതൽ വിവരങ്ങൾ നൽകിയേക്കാം. ഒരൊറ്റ ചിരിയുടെ ചരിത്രത്തിൻ്റെ വലിയൊരു രഹസ്യം കണ്ടെത്താനാണ് ഈ ശാസ്ത്രജ്ഞർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിവിധ സാഹചര്യങ്ങളിൽ മനുഷ്യർ ചിരിക്കുന്ന രീതി കുരങ്ങുകളുടേതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പരിണമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പരിണാമത്തിന് ശേഷവും ചിരിയുടെ അടിസ്ഥാന ഘടനയിൽ ഇന്നും ആ ഒരു പഴയ താളബോധം നിലനിൽക്കുന്നു എന്നത് അത്ഭുതകരമാണ്. കമ്മ്യൂണിക്കേഷൻസ് ബയോളജി എന്ന ജേണലിലാണ് ഈ പഠനത്തിൻ്റെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മനുഷ്യൻ്റെ സാമൂഹിക വളർച്ചയിൽ ചിരി വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സുഹൃത്തുക്കൾക്കിടയിലെ ചിരിയും കുട്ടികളുടെ ചിരിയും ഒക്കെ മനുഷ്യൻ്റെ സാമൂഹിക ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ കഴിവ് നമ്മൾ ആദിമകാലത്തെ പൂർവികരിൽ നിന്നും പകർന്നു കിട്ടിയതാണെന്നത് പരിണാമ സിദ്ധാന്തങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നുണ്ട്. ഇനി പഠനങ്ങൾ തുടരുമ്പോൾ ചിരിയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് ശാസ്ത്രലോകം കരുതുന്നത്. മനുഷ്യരും മറ്റു കുരങ്ങുകളും തമ്മിലുള്ള ചിരിയുടെ ഈ സാമ്യം കേവലം യാദൃച്ഛികമല്ലെന്നും അത് ജീവൻ്റെ പരിണാമത്തിലെ ഒരു നിർണായക കണ്ണിയാണെന്നും ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മാത്രമല്ല അത് നമ്മളെ അത്തരത്തിൽ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഓരോ തവണ നമ്മൾ ചിരിക്കുമ്പോഴും നമ്മുടെ ആദിമ പൂർവികരെ കൂടിയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ചിരി എന്നത് വെറും ഒരു പ്രകടനമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം പേറുന്ന ഒരു ആഗോള ഭാഷയാണെന്ന് ഈ പഠനം അടിവരയിടുന്നു.